ഹായ്, അപ്പോൾ ഇന്നൊരു 2 ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യണേ. ഒന്ന് ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ആട് പ്രസവിച്ചു 2 കുട്ടികൾ. പിന്നെ ആടിൻ്റെ പ്രസവം നമ്മളെ ചാനലിൽ ആഡ് വരലും ഏകദേശം ഒരു ദിവസത്തെ മാറ്റമുള്ളൂ, രണ്ടും ഒരുമിച്ച് തന്നെയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ പൂതി 4000 മണിക്കൂർ എന്നുള്ളത് 4000 മിനിറ്റ് എന്നുള്ള ഓർമ്മയിലായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പിന്നെ ചാനൽ കുറേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് 4000 മണിക്കൂറാണെന്ന് അറിഞ്ഞത്. ഞാൻ ആദ്യം തന്നെ 4000 മണിക്കൂറാണെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ അവസാനം നമ്മളെ ചാനൽ മോണിറ്റൈസായി. ഇപ്പോൾ ഏകദേശം 2.7 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. നമ്മളെ ചാനൽ ഇതുവരെ സപ്പോർട്ടാക്കിയത് യൂട്യൂബിലെ കുറേ ഫ്രണ്ട്സുകളെ കൊണ്ടും പിന്നെ നമ്മളെ അറിയണ ഫ്രണ്ട്സും ഫാമിലിയും അറിയാത്ത കുറേ ഫ്രണ്ട്സും കൊണ്ടാണ് നമ്മളെ വാച്ചേഴ്സ് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ ഒരു ഡിസംബറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ചാണ്. കറക്റ്റ് ഡിസംബർ ആയപ്പോൾ നമ്മളത് വാച്ചേഴ്സ് കംപ്ലീറ്റ് ആയി. ആഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചിലപ്പം നിങ്ങൾക്ക് ആഡ് വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും ആകെ ചോദിക്കാണ്ടായിരുന്നത് എടാ എനിക്ക് വീഡിയോ എടുത്തിടന്നാൽ എന്തെങ്കിലും കിട്ടുമെന്നാണ്. അപ്പോൾ നമ്മൾ ചാനലിപ്പോൾ മോണിറ്റൈസ് ആയിക്കണേ. ഇനി പോലത്തെ നമുക്ക് പറയാം, കിട്ടുമെന്ന് പറയാം. അപ്പോൾ അതിനെല്ലാം അയക്കണേ. വലുതായിട്ടൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് ഓൽക്കൊരു മറുപടി പറയാൻ പറ്റും, കിട്ടുന്ന മറുപടി പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരും ഹെൽപ്പ് ആക്കിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല ഹെൽപ്പ് ആക്കിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതിൽ നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഞാൻ നിർബന്ധിച്ചിട്ട് തന്നെ ഓലെ കൊണ്ട് ഷെയർ ആക്കിപ്പിച്ചിരിക്കണം. പിന്നെ നമ്മളെ അറിയാത്ത കുറേ ഫ്രണ്ട്സുകൾ കുറേ ഷെയർ ആക്കിയിട്ട് പിന്നെ നമ്മൾ അറിയണ പോലെ തന്നെ മൊബൈൽ ഓണാക്കിയിട്ട് കുറേ ടൈം വാച്ചേഴ്സിനും വേണ്ടിയിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഓണാക്കിയിടലുണ്ടായിരുന്നു. നമ്മളിതുവരെ സപ്പോർട്ടാക്കിയ പോലെ തന്നെ ഇനിയും നമ്മളെ സപ്പോർട്ടാക്കണം. ഇനി അങ്ങനത്തെ ആഡ്സാ വരുമെന്ന് നമുക്കറിയില്ല. നല്ല ആഡ്സൊക്കെ ആണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടോളി, അത് നമുക്ക് യൂസാണ്. സ്കിപ്പ് ചെയ്യാണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാണാൻ പറ്റാത്ത ആഡൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അത് ആഡ് തരുന്നത് പോലെ തന്നെ ഇടുന്നതാണ്. എങ്ങനത്തെ ആഡാണ് തരുന്നത് നമുക്കറിയില്ല. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീഡിയോസ് എടുത്ത് നോക്കുമ്പം ഏകദേശം 40% ആൾക്കാർ മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണും. ബാക്കി 60% ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് ആക്കാത്ത ആൾക്കാരാണ്. അപ്പം ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ഇടണേ നമുക്കൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അതും പാടെ ചെയ്യണേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ടാക്കിയ പോലെ തന്നെ ഇനിയും തുടർന്നും നമ്മളെ സപ്പോർട്ടാക്കണം. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ വീഡിയോസ് ഇമ്പ്രൂവ് ആക്കി നല്ല കണ്ടൻറ്റോട് കൂടി നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലൈക്കും കമൻറ്റൊക്കെ ഇടണേ, ഡിസ്ലൈക്ക് അല്ല കേട്ടോ, സോറി, കമൻറ്റ് ഇടണേ. അപ്പോൾ ഓക്കെ, നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം.